എടുത്തു വളർത്തിയ പെൺകുഞ്ഞ് 13-ാം വയസ്സിൽ വളർത്തമ്മയെ കൊലപ്പെടുത്തി. 8-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി 2 പുരുഷ സുഹൃത്തുക്കളുമായി ചേർന്നാണ് വളർത്തമ്മയെ കൊലപ്പെടുത്തിയത്. ഗജപതി ജില്ലയിലെ പരാലഖേമുണ്ടി നഗരത്തിലെ വാടക വീട്ടിലാണ് 54-കാരിയായ രാജലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം 2 പുരുഷന്മാരുമായുള്ള മകളുടെ ബന്ധത്തെ രാജലക്ഷ്മി എതിർത്തിരുന്നു. ഇതും സ്വത്തുക്കൾ കൈയടക്കാനുമുള്ള ആഗ്രഹവുമാണ് വളർത്തമ്മയെ കൊലപ്പെടുത്താൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഏപ്രിൽ 29-ന് ഉറക്ക ഗുളിക കൊടുത്ത് മയക്കിയ ശേഷം തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് പെൺകുട്ടി കൊലപാതകം നടത്തിയത്. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജലക്ഷ്മി മരിക്കുകയായിരുന്നു. അമ്മ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചെന്നാണ് ചടങ്ങിനെത്തിയ എല്ലാ ബന്ധുക്കളോടും കുട്ടി പറഞ്ഞത്. രാജലക്ഷ്മിക്ക് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നതിനാൽ തന്നെ ആരും സംശയിച്ചുമില്ല. എന്നാൽ പെൺകുട്ടിയുടെ മൊബൈൽ ഭുവനേശ്വറിൽ വെച്ച് മറന്നുപോയിരുന്നു. ഇത് രാജലക്ഷ്മിയുടെ സഹോദരൻ സിബാ പ്രസാദ് മിശ്ര കണ്ടെത്തി പരിശോധിച്ചപ്പോഴാണ് കൊലപാതക പദ്ധതി പുറത്തു വന്നത്.